യാത്രകൾ എന്നും ഒരു ഹരമാണ്. ഇന്ന് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലുള്ള അരിയാക്കുളം എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ് യാത്ര. അറേബ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന രീതിയിൽ ഈത്തപ്പനകളുടെ തോട്ടങ്ങൾ നിറഞ്ഞ ഒരു നാടാണ് അരിയാക്കുളം. നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 25 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വച്ച ഒരു സംരംഭമാണിത്. അറേബ്യൻ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അദ്ദേഹം അതിൽ നിന്ന് ചില തൈകൾ കൊണ്ടുവന്ന് സ്വന്തം നാട്ടിൽ നടുകയും അത് നല്ലതുപോലെ വിളയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത ഈ ഒരു കൃഷി തൻ്റെ നാട്ടിലേക്കും വ്യാപിപ്പിച്ചാലോ എന്നൊരു രീതിയിലേക്ക് മാറ്റി. അങ്ങനെയാണ് അദ്ദേഹം കുറച്ച് മരങ്ങൾ ആദ്യമായി നടുന്നത്. പിന്നീട് വിശാലമായ രൂപത്തിൽ അഗ്രികൾച്ചർ നിയമപ്രകാരം അതിൻ്റെ എല്ലാ രീതികളും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തോട്ടം തന്നെ നിർമ്മിച്ചു. ഈ കാണുന്ന തോട്ടത്തിൽ 500ഓളം വരുന്ന മരങ്ങളുണ്ട്. അതിൽ തന്നെ 35ഓളം വരുന്ന വെറൈറ്റി ഇനങ്ങളും കാണാൻ സാധിക്കും. വളരെ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഈത്തപ്പഴങ്ങളാണൊക്കെ. ഈത്തപ്പഴം പാകമായാൽ പിന്നെ പക്ഷികളുടെ ശല്യം കാരണം അതൊക്കെ കവറിട്ട് മൂടിയ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ തങ്കപ്പെട്ട മനസ്സ് ഞങ്ങളവിടെ എത്തിയപ്പോൾ സ്വന്തം കാറെടുത്തുകൊണ്ട് ഞങ്ങളെ ആ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ചെറിയ മരങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ വെറൈറ്റികളൊക്കെ രുചിപ്പിച്ച് ആ ഒരു മധുരം ഞങ്ങളുമായി പങ്കുവച്ചു. അൽഹംദുലില്ലാ, അർഹമായ പ്രതിഫലം നാഥനത് അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭത്തിലൊക്കെ പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാലും വളരെ കൗതുകകരമായ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ പോലും ഇങ്ങനെ വിശാലമായ രൂപത്തിൽ ഈത്തപ്പനത്തോട്ടത്തിൽ കയറാനും പറിച്ചു തിന്നാനൊന്നും നമുക്ക് സാധ്യമാവുകയില്ല. എന്നാൽ ഇവിടെ വലിയ വലിയ മരങ്ങൾ മുതൽ ചെറിയ 4 വർഷം പാകമുള്ള ഈത്തപ്പനകൾ കായ്ച്ച മരങ്ങൾ പോലും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടുത്തെ വിളവെടുപ്പ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും പാലക്കാട് നിന്ന് 5 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചാൽ ധർമ്മപുരിയിലെത്തി അവിടെ നിന്ന് 12 കിലോമീറ്റർ അപ്പുറത്താണ് അരിയാക്കുളം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമമുള്ളത്. ഈ സീസണിൽ പോകാൻ കഴിയുന്നവർക്കൊക്കെ പോയി ഈത്തപ്പഴങ്ങളൊക്കെ തിന്ന് അതിൻ്റെ ആ ഒരു കൗതുകങ്ങളും രുചികളൊക്കെ ആസ്വദിക്കാൻ സാധ്യമാകും. കഴിയുന്നവരൊക്കെ അതൊക്കെ ആസ്വദിക്കുക.